അച്ഛൻ ചത്ത് കട്ടിലൊഴിയാൻ കാത്തിരുന്നു പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ദാ ഇപ്പൊ അവിടെ നടന്നു. സാറ് വീഴാൻ കാത്തിരിക്കായിരുന്നു അംബിക. ഉരയ്ക്ക് തീ പിടിച്ച ഉടനെ തന്നെ വാഴയും വെട്ടി അംബിക മന്ത്രി. ഇനിയിപ്പോ മന്ത്രിയാവാൻ വേണ്ടി അവള് വർമ്മ സാറിനെ വീഴ്ത്തിയതാണോ എന്നാ എന്റെ സംശയം. ആ അംബിക അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അവരൊരു വിഷപ്പാമ്പാ. ഇനി രാജു അവളുടെ ആട്ടും തുപ്പും കേട്ട് പുറകെ നടക്കണമല്ലോ. ഇവിടെ അവന് സ്വസ്ഥത കൊടുക്കുവോ? PAക്ക് ലീവ് എടുക്കാലോ. രാജുവിനോട് ഒരു നീണ്ട ലീവ് അങ്ങെടുക്കാൻ പറയണം. അതിനൊക്കെ അവള് സമ്മതിക്കോടി. കിട്ടിയ അവസരം വെച്ച് പൊരിക്കാനല്ലേ നോക്കൂ. ജയേട്ടന്റെ കാര്യ കുഴപ്പത്തിലായ. എത്ര ദുഷ്ടയാണെങ്കിലും മാസം 10-60,000 രൂപ ശമ്പളം കൊടുക്കുമായിരുന്നു. ഇവര് മന്ത്രിയായ പിന്നെ ജയേട്ടന്റെ PA പണിയും പോയില്ലേ. അനച്ചോറ് കൊലച്ചോറെന്ന് പറയണ പോലെ അംബികയുടെ കാശ് കൊലക്കാശ് തന്നെയാ. അങ്ങനെ കരുതിയാ മതി. പണി പോയാ പിന്നെ ജയേട്ടൻ അമ്പലക്കാളെ പോലെ തേരാ പാരാ നടക്കും. അതാ എനിക്കൊരു പേടി. അല്ല ബാലൻസ് ബാക്കി തരട്ടെ, താൻ വെച്ചോ. എന്താണ് എല്ലാരും മുട്ടനാടിനെ എവിടേക്ക് നീർക്കോലിപ്പിലിരിക്കുന്നത്? പ്രിയേ, ഇത് കുറച്ച് സീറ്റ്സും ഡ്രസ്സുകളാ. ഇതില് നീ ലഡുവും ജിലേബിയൊക്കെ എടുത്തിട്ടേ നിന്റെ തന്തപ്പടിക്കും തള്ളപ്പടിക്കൊക്കെ കൊട്. എന്താടാ ഷുഗർ കുട്ടി ഞങ്ങളെ കൊല്ലാനാണോ? എന്റെ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരാനാ ഞാൻ ഇതൊക്കെ മേടിച്ചോണ്ട് വന്നത്. അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമൊന്നുമല്ല. സന്തോഷം കൊണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജയേട്ടാ. എന്റെ പ്രിയേ, നിന്റെ ജയേട്ട ഇന്നു മുതൽ ആരാന്നാ നിന്റെ വിചാരം? ഈ ജയചന്ദ്രനെ ഇന്നു മുതൽ PAയാ. അംബിക വർമ്മ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ PA. എടി, അംബിക എന്നെ അവരുടെ PA ആയിട്ട് നിയമിച്ചെന്ന്. കണ്ട ഓർഡർ കണ്ട.